ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് യോഗർട്ട്. ഇന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് യോഗർട്ട്. അതായത് തൈരല്ല, അധികം പുളിയില്ലാത്ത തൈര്. ഇത് നോക്കി നിങ്ങളിത് ഞാൻ ഈ പാത്രം ചരിക്കാൻ കണ്ട ഇതിൻ്റെ ഉൾഭാഗം നോക്കി, ഇത് നോക്ക്. ഇങ്ങനെ പുഡിങ് പോലെ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ്, വെള്ളം വളരെ കുറവുണ്ട്. ഇതിങ്ങനെ പുഡിങ് പോലെ ഇങ്ങനെ കിട്ടുന്നതാണ് യോഗർട്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കണതൊക്കെ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ നല്ലതാണ്. അസിഡിറ്റിക്ക്, നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ യോഗർട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കി നോക്കാം. അതിനായിട്ട് നമുക്ക് എത്രയാണ് നമുക്ക് പാലുള്ളത് വെച്ചാൽ ആ പാലെടുക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആ പാലെടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വയ്ക്കണം. നമ്മൾ പാല് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. തിളപ്പിക്കാൻ വെച്ചു. ഇനി അത് ഒന്ന് തള വരണം കേട്ടോ. ഞാൻ കാണിക്കാം എങ്ങനെയാണ് തള വരേണ്ടതെന്നുള്ളത്. വെള്ളം ഒട്ടും ഒഴിക്കാൻ പാടില്ല. നമുക്ക് എത്രയാണോ പാലുള്ളത് ആ പാല് നമ്മൾ വെച്ചാൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയേ, പാല് തിളച്ച് പൊന്താറായി. ഞാൻ അധികം പൊന്താനായിട്ട് അനുവദിക്കില്ല. ഈ ഒരു പാറ്റേണിൽ എത്തുമ്പോൾ ഞാൻ തിളച്ച് മറിയാൻ സമ്മതിക്കില്ല. ഈ ഒരു അളവ് എത്തുമ്പോൾ നന്നായി തിളച്ചതേ പാടെ പൊങ്ങാറാകുമ്പോൾ നമ്മളിത് ഓഫാക്കുക. ഇത്രയായി കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് നന്നായിട്ട് ചൂടാറണ്ട. ഒരു ഇളം ചൂട്, നമ്മളിങ്ങനെ വിരൽ വെച്ചാൽ പൊള്ളില്ലല്ലോ, ആ ഒരു ഇളം ചൂട്. എപ്പോഴും ഒരു ഇളം ചൂട് ഉണ്ടാവും കേട്ടോ. നന്നായി ഐസ് പോലെയായിട്ട് ഒഴിക്കരുത്. ഒരു ഇളം ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ച് ഓഫാക്കി കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണേന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കുക. നമ്മൾ ഈ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിയൊരു ചൂടാക്കിയിട്ട് അപ്പോൾ ഉറവൊഴിച്ചാലും മതിയിട്ടാ. അപ്പോൾ നമ്മുടെ കാച്ചിയ പാല് ചൂടാറിയുണ്ട്. നമുക്ക് പാത്രം തൊട്ടായിരുന്നു ചൂടില്ല. അപ്പോൾ ഇതിന് ചെറിയൊരു ചൂടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ തൈര് ഒഴിക്കുന്നതിലാണ് ഇനി അടുത്ത ശ്രദ്ധ വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വെള്ളം ഒഴിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ തിളച്ച് വല്ലാണ്ട് മറിഞ്ഞ് നിൽക്കണ്ട. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നല്ല പുളിച്ച തൈര് ഉണ്ടെങ്കിൽ, നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മതി. ഇത് മതി ഈ പാലിലേക്ക്. കണ്ടോ, ഇത് മതിയിട്ടാ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. മൂടിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുക ചില ഒരു 12 മണിക്കൊക്കെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കില്ല പണി കഴിഞ്ഞ്. അത് കഴിഞ്ഞ് ഒരു വൈകിട്ട് 6 മണിയാകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലല്ലേ, 6 മണിയാകുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പുളിച്ച തൈരിനേക്കാളും. ചോറിലൊക്കെ വെറുതെ കുഴച്ച് ഈ തൈരും കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലും യോഗർട്ട് ഉണ്ടാക്കും. ഇത് നോക്കിയതിൻ്റെ മുകളിൽ കണ്ട നെയ്യ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നെയ്യാക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാട്ടോ, കടഞ്ഞിട്ടൊക്കെ. ഇനിയിപ്പോൾ ഇത് കൊടുത്താലും കുട്ടികൾക്ക് നല്ല പോഷകാഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.